ഷാലോമിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴെന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. ഈ ആകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത് ദൈവമായി അത്രമാത്രം താതാത്മ്യപ്പെട്ട് നിൽക്കുമ്പോൾ ബാക്കിയുള്ള ഈ 4 ഭൂതങ്ങൾ, അതായത് അഗ്നി ആയാലും ജലമായാലും വായുവായാലും അതിനും സ്ഥിതി ചെയ്യുവാനൊരു സ്പേസ് ആവശ്യം. അപ്പോൾ എല്ലാം വാസ്തവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന ആകാശത്തിലാണ്. അങ്ങനെ വരുമ്പോഴാണ് അത് ദൈവസങ്കല്പവുമായിട്ട് അത് കൂടുതൽ ചേർന്ന് പോകുന്നത്. ഒരുപക്ഷെ സാത്താൻ ഇവർക്ക് കൊടുക്കുന്ന പ്രലോഭനവും അതുപോലെ ആകാനാണ്. അപ്പോൾ ഇവൻ്റെ അറിവിൻ്റെ പരിമിതികളെ ഉല്ലംഘിക്കുന്നതിനുള്ള അതിനെ അപ്പുറത്തേക്ക് പോകാനുള്ള ഈ ജിജ്ഞാസ എന്ന് പറയുന്ന സാധനം അതിൽ കുത്തിവെച്ച് വരികയാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം പൗലോസ്ലീഹ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന പോലെ കാണുന്നു, വ്യക്തമായിട്ട് കാണും. ഈശോയും പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചു തരും, അവൻ വന്ന് നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കുക. പക്ഷേ ഇതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയായിട്ട് മനുഷ്യൻ്റെ ഇതിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പറയുന്നത് എൻ്റെ സ്വർഗീയ വസതിയിൽ ധാരാളം ഇടങ്ങളുണ്ട്, ഒരുപാട് വാസസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇത് വാസ്തവം നമ്മളൊരു ചിലപ്പോൾ വളരെ നൈവായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു പീജൻ ഹോൾ പോലെ, പക്ഷിക്കൂട് പോലെ ഓരോരുത്തർക്കും ആത്മാവിനും കയറിയിരിക്കാനുള്ള ഒരു ഇടം എന്നുള്ളതിനുപരിയായിട്ട് വലിയ ഇടമായ ദൈവത്തിൽ നമ്മൾ അഭയം കണ്ടെത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുന്ന ഒരു കാര്യം ആയിട്ടാണ് വാസ്തവത്തിൽ ഈ ഞാൻ സ്പേസിനെ അല്ലെങ്കിൽ ആകാശത്തെ. അപ്പോൾ അതിനൊരു ദിവ്യമായ ഒരു പരിവേഷം വാസ്തവത്തിലുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ പുറമേയുള്ള നമ്മൾ പറയുന്ന ഈ ആകാശത്തെ ഉള്ളിൽ വഹിക്കുന്നവൻ കൂടെയാണ് മനുഷ്യൻ. ആകാശത്തിൻ്റെ ഒരു കോണൽ ഒരു കീറ് അവൻ്റെ ഉള്ളിലുണ്ട്, ഉള്ളിൽ സ്പേസ് ഉണ്ട്. ഒരുപക്ഷെ ആത്മീയരെന്ന് പറയുന്നതും ഉള്ളിൽ ദൈവത്തിൻ്റെ ഇടം സൃഷ്ടിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉള്ളിലിടം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടാകണം, ഇടം സൃഷ്ടിക്കുക, ആ ഇടത്തിലേക്ക് എത്തുക. അവിടെ എല്ലാവരും ഉൾക്കൊള്ളാനും. ധ്യാനം പോലും അതാണല്ലോ, ധീയിലേക്കുള്ള യാനം. ആ ഒരു യാത്രയാണ് ജീവിതം. ആ യാത്ര ചെന്നെത്തുന്നത് ഈ സ്പേസിൽ, ഉള്ളിലുള്ള ഈ സ്പേസിൽ. എനിക്ക് അതുപോലെ പിന്നെ ബൈബിളിലൊരു വാചകം വളരെ ഒരു ഓർമ്മിപ്പിക്കൽ പോലെയുണ്ട്.
ഈ ക്രിസ്തുമസിൻ്റെ സമയത്ത് നമ്മൾ വായിക്കുന്നത് സത്രത്തിൽ അവന് ഇടം ലഭിച്ചില്ല. ഇടം എന്നുള്ള അതൊരു നിരാശമാണ്, ദൈവത്തിൻ്റെ ഒരു നിരാശ. അപ്പോൾ ആത്മീയത എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തിന് ഇടം കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ദൈവത്തിന് ഉള്ള ആ സ്പേസ് ഉള്ളിൽ. പക്ഷെ ആ ദൈവത്തിന് സ്പേസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും സഹോദരങ്ങളെ സ്നേഹിക്കാനാണ് പറയും. അപ്പോൾ സഹോദരങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ദൈവത്തിന് ഇടമുണ്ടാകും. പ്രകൃതിക്ക് ഇടം കൊടുക്കുമ്പോൾ, സഹോദരന് ഇടം കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് എൻ്റെ ഹൃദയത്തിൽ ഇടമുള്ളപ്പോൾ, സ്പേസ് ഉള്ളപ്പോൾ എൻ്റെ ആകാശത്തെ ഞാൻ വിട്ടുകൊടുക്കുകയാണ്. ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് മനുഷ്യ ശരീരം എന്ന് പറയുമ്പോഴും ഈ സ്പേസിലേക്ക് എത്തുക. വാസ്തവത്തിൽ നമ്മൾ ഈ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് നമ്മുടെ കൺമുമ്പിലുള്ള ഈ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടുള്ള ഒരു തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആരെയോ ഒരാളെ അന്വേഷിക്കുന്ന പോലെയാണ് പലപ്പോഴും പലരുടെയും ഈ അന്വേഷണം പോകുന്നത്. പക്ഷേ ദൈവം ഈ പ്രകൃതി പ്രതിഭാസങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്രതിഭാസമാണ് എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അംല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നെല്ലിക്ക ഏറെ ഔഷധഗുണമുള്ളതാണെന്ന് പണ്ടേ തെളിയിക്കപ്പെട്ടതാണ്. എങ്കിലും നാം കേരളീയർ നെല്ലിക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ തുലോം സംശയം ബാക്കി നിൽക്കുന്നു. ഇത്തവണ ഏദൻ തോട്ടത്തിൽ നാം പരിചയപ്പെടുന്നത് ഒരു നെല്ലി സംരക്ഷകനെയാണ്. ഇത് റെജി ജോസഫ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലിക്കൃഷി ചെയ്യുന്ന കർഷകൻ. കോയമ്പത്തൂർ മണ്ണാർക്കാട് റോഡിൽ കിഴക്കൻ അട്ടപ്പാടി പ്രദേശത്ത് ഷോളയൂർ പഞ്ചായത്തിൽ കോട്ടത്തറ ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് 6 കിലോമീറ്റർ തെക്ക് മാറി വീട്ടിക്കുണ്ട് ഊരിന് സമീപം 40 ഏക്കറിലാണ് ഈ കർഷകൻ നെല്ലി കൃഷി ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് BSR 1 ഇനത്തിൽപ്പെട്ട ഒരു നെല്ലിയുടെ ചോട്ടിലാണ്. ഇവിടെ മൊത്തം നമ്മൾ 40 ഏക്കറോളം സ്ഥലത്ത് നെല്ലി കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതലുള്ളത് BSR 1 ഇനത്തിൽപ്പെട്ട നെല്ലിയാണ്. ഇതിൻ്റെ കൂടെ ഒപ്പം നമ്മുടെ NI7, കാഞ്ചൻ, കൃഷ്ണ, സാക്കിയ കൂടാതെ ഒരു 26 വെറൈറ്റി നാടൻ ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് 2004 തരിശു നിലങ്ങളെ കൃഷിയോഗ്യമാക്കുക എന്ന സ്വപ്നത്തോടെയാണ് റെജി അട്ടപ്പാടിയിലെത്തുന്നത്. പൊതുവെ മഴനിഴൽ പ്രദേശമായ കിഴക്കൻ അട്ടപ്പാടിയുടെ പ്രതികൂല കാലാവസ്ഥകളെ തരണം ചെയ്തുകൊണ്ടാണ് ഈ കർഷകൻ നെല്ലിക്കൃഷി സമാരംഭിക്കുന്നത്. ലാണ് ഞാൻ അട്ടപ്പാടിയിൽ വരുന്നത്. ഇതിനു മുമ്പ് തമിഴ്നാട്, കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മൾ തരിശുഭൂമി കൃഷികൾ കാണുകയും അവിടുത്തെ കൃഷിക്കാർ തരിശുഭൂമി വികസിപ്പിക്കുന്നത് കണ്ട് നമുക്കതിൽ താല്പര്യം തോന്നുകയും ചെയ്തിട്ട് തരിശുഭൂമി കുറച്ചെടുത്ത് കൃഷി ചെയ്യുക എന്ന താല്പര്യത്തിലാണ് ഞാൻ അട്ടപ്പാടി വന്നത്. നമ്മളിവിടെ ആദ്യം ചെയ്ത വർക്ക് എന്താ വെച്ചാൽ 2004 നമ്മളിവിടെ ഭൂമി എടുക്കുന്നു. 2004 ഭൂമി എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ വെച്ചാൽ നീർക്കുഴികൾ എടുക്കുക, മണ്ണ് ജല സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് കല്ല് കയ്യാലുകൾ വെക്കുക, ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ ആദ്യം നടത്തി. അതിനുശേഷം 2005 നമ്മളിവിടെ നെല്ലിത്തൈകൾ ആദ്യമായിട്ട് നടുന്നത്.
അപ്പോൾ ഇവിടെ നെല്ലി വെക്കാനുണ്ടായ പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം വന്യമൃഗങ്ങൾ ധാരാളമുള്ള മേഖലയാണ്. ആന ഇഷ്ടം പോലെയുണ്ട്. ഈ പറമ്പിന് ചുറ്റും എപ്പോഴും ആനയൊക്കെ നടക്കുന്ന ഫോറസ്റ്റാണ് ഇതിന് ചുറ്റുമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആന തിന്നാത്തൊരു വൃക്ഷം, ആന ശല്യം ചെയ്യാത്തൊരു വൃക്ഷം എന്നുള്ള നിലയ്ക്കാണ്, ഒപ്പം ഒരു ഔഷധ സസ്യം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ നെല്ലി തിരഞ്ഞെടുത്തത്. നെല്ലിക്ക കൂടുതലും മരുന്നിനാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ജൈവ കൃഷിക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ജൈവ കർഷക സമിതി പ്രവർത്തകൻ കൂടിയായ റിജി രാസവളങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചാണ് കൃഷി ചെയ്യുന്നത്. കൃഷിക്ക് യോഗ്യമല്ലാത്ത ഈ ഭൂമിയുടെ വരണ്ട കാലാവസ്ഥയും ജലദൗർലഭ്യവും മനസ്സിലാക്കി കൃഷിയിടത്തെ തട്ടുകളാക്കി തിരിച്ചുകൊണ്ട് ട്രഞ്ചുകളും മഴക്കുഴികളും നിർമ്മിച്ചു. അങ്ങനെ ഈ മണ്ണിനെ ശാസ്ത്രീയമായി ഒരുക്കിക്കൊണ്ട് ജലസംരക്ഷണവും മറ്റും ഉറപ്പാക്കി. കേവലം 200 മില്ലിമീറ്റർ മാത്രം മഴ പെയ്യുന്ന ഒരു മഴനിൽ പ്രദേശമാണ് ഇവിടം ശരി പറഞ്ഞാൽ ഈ ചെടികളെല്ലാം ഇവിടെ ജീവനോടെ നിൽക്കുന്ന ഏറ്റവും അടിസ്ഥാനം ഇവിടെ നിർബന്ധിച്ചിരിക്കുന്ന മഴ സംഭരണ കുഴികളാണ്. മഴക്കുഴികൾ നമ്മൾ പറയും. ഇവിടെ 1 ഏക്കറിൽ നമുക്ക് ഏകദേശം 160 കുഴികൾ എടുത്തിട്ടുണ്ട്. ഒരു 1.5 മീറ്റർ നീളവും 50 സെൻറ്റിമീറ്റർ താഴ്ചയും 50 സെൻറ്റിമീറ്റർ വീതിയുള്ള കുഴികളാണ് എടുത്തിരിക്കുന്നത്. ഒരു കുഴിയിൽ ഏകദേശം നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 700 ലിറ്റർ വെള്ളം വരെ സംഭരിക്കാൻ സംഭരണശേഷിയുണ്ട്. കേരളത്തിൽ ഇന്ന് നെല്ലിക്കൃഷിയിലൂടെ മികച്ച വരുമാനം നേടുന്ന ഈ കർഷകൻ നമുക്ക് അഭിമാനമാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടൻ നെല്ലി ഉൾപ്പെടെ ഒട്ടേറെ അപൂർവ ഇനം നെല്ലികളെയും തൻ്റെ തോട്ടത്തിൽ റജി സംരക്ഷിക്കുന്നു. വെറും കൃഷി എന്നതിലുപരി ഇതൊരു മാനവ സേവനം കൂടിയാണ്. സഹജീവികൾക്ക് വേണ്ടി ദൈവീകമായ ഒരു കരുതൽ. നമുക്കിവിടെ ഈ കൃഷിയുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും അധികം സപ്പോർട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്തായ മാത്യു എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾ അട്ടപ്പാടിയിൽ തന്നെ ജനിച്ച് വളർന്നൊരു ആളാണ്. കാരർ ഭാഗത്തുണ്ടായിരുന്ന ആൾ. അയാളിപ്പോൾ മണർക്കാട് താമസിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഇവിടെ ഈ കൃഷി തുടങ്ങിയത്. കൂടാതെ നമ്മളിവിടെയുള്ള നാട്ടുകാരെന്ന് പറഞ്ഞാൽ പ്രകൃതിയായിട്ട് ചേർന്നുള്ളൊരു കൃഷി എന്നുള്ള നിലയ്ക്ക് ഇവിടെ സമൂഹത്തിലുള്ള എല്ലാത്തരം ആൾക്കാരും ഇവിടെയുള്ളവരൊക്കെ വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല. വാണിജ്യാടിസ്ഥാനത്തിലും മികച്ച നെല്ലിയിനങ്ങളാണ് ഇവിടെയുള്ളത്. BSR 1, NA7, കാഞ്ചൻ, കൃഷ്ണ, സാഖിയ എന്നീ മികച്ച ഇനങ്ങൾക്കൊപ്പം നമ്മുടെ നാടൻ നെല്ലിയും ഇവിടെ സമൃദ്ധമാണ്. ഇത് BSR 1 ഇനത്തിൽപ്പെട്ട ഒരു നെല്ലിയാണ്. തമിഴ്നാട്ടിലെ ഭവാനി സാഗറാണ് ഇതിൻ്റെ ജന്മദേശം. ഇത് ധാരാളം ഫൈബറുള്ളൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ മരുന്നിനൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന അതിന് പറ്റിയ ക്വാളിറ്റിയുള്ളൊരു വെറൈറ്റിയാണിത്. ഇതിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് മെഡിസിനൽ പ്രോപ്പർട്ടി ധാരാളം ഉള്ളൊരു നെല്ലി വെറൈറ്റിയാണിത്. അട്ടപ്പാടിയിലെ തനത് കർഷകർക്കിടയിലും റജി ഒരു മാതൃക തന്നെയാണ്. കാരണം ഈ ഊഷരഭൂമിയെ ഊർവരമാക്കിയ ഈ മനുഷ്യനോട് അവർക്ക് ഏറെ കടപ്പാടും സ്നേഹവുമുണ്ട്. நாங்கள் 95லேயே இங்கிருந்து நாங்கள் தண்ணி இல்லை மழை இல்லைன்ட்டு போயிட்டோம். எல்லாம் காடு விற்றுட்டு
ரஜி வந்துட்டு இந்த அளவுக்கு இந்த 40 ஏக்கரா வெறும் நெல்லி வச்சு இந்த அளவுக்கு செஞ்சுருக்காரு. ஒரு மருந்து கிருஷி மாதிரி நல்ல ஒரு கஷ்டப்பட்டு ரொம்ப கஷ்டப்பட்டு இதை செஞ்சுருக்காரு. வேறு எங்கேயுமே கோட்டத்தரை ஏரியாவில் இந்த மாதிரி ஒரு நெல்லி தோட்டம் இல்லை. நாங்கள்லாம் இதெல்லாம் செய்ய முடியாமல் இங்கிருந்து போயிட்டோம், பூமியெல்லாம் விற்றுட்டு. அதுக்கு பின்னால் ரஜி வந்து இந்த அளவுக்கு செஞ்சது ഒരു பெரிய കാര്യம்தான். നമുക്കിവിടെ നെല്ലി ഹാർവെസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഇവിടെയുള്ള നമ്മുടെ ആദിവാസി സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ നമ്മളെ നാട്ടിലെ പോലെയൊന്നുമല്ല, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടുത്തെ മരത്തിൽ കയറാനും അത് പറിക്കാനും ഒക്കെ അവർ തന്നെ മുൻപോട്ട് നിൽക്കും. വളരെയധികം അധ്വാനശീലരായ ഒരാൾക്കാരാണ് ഇവിടെയുള്ളത്. കോട്ടയ്ക്കൽ അരിവശാലയാണ് നമ്മുടെ മാർക്കറ്റ്. നമ്മൾ സാധാരണ ഇവിടുന്ന് ഒരു ദിവസം പറിച്ച് പിറ്റേ ദിവസം ഇവിടുന്ന് ലോഡ് കയറ്റുക, അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ഇവിടെ നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരാൾക്കാർ 2 പേരേ ഉള്ളൂ. ഒരു കുമാറും മുരുകൻ എന്ന് പറഞ്ഞ 2 ആൾക്കാരേ ഉള്ളൂ. മുൻപാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ കാർഷിക പ്രവർത്തികൾക്ക് നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെയുള്ളവരെല്ലാവരും വളരെ താല്പര്യത്തോടെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. இங்கே வந்துட்டு இவர் இந்த தோட்டம் தொடங்கின பின்னால் இங்கே வீட்டுக்குண்டுன்னு ஒரு ஊர் இருக்குது. அங்கே வந்து ஒரு 36 குடும்பம் இருக்குது. அந்த 36 குடும்பத்திலே எல்லாருக்கும் வேலை இங்கிருந்து கொடுத்துருக்காரு. இது வரைக்கும் இப்பவும் வேலை கொடுத்துட்டு தான் இருக்கார். எல்லா வேலையும் அந்த எல்லா குடும்பத்துக்கும் அரிசி வாங்குறதுக்குள்ள கூலிங்கோடு கொடுத்துருவார் வேலை செஞ்சு. நல்ல ஆணை இருக்கிற ஏரியாவாக்கு ஆணை இருக்கிற ஏரியாவில் இத்தனை பத்திரமாக இதை பார்த்து இந்த நெல்லி தோட்டம் வச்சுருக்காரு. எல்லா மிருகங்களும் இருக்கிற இடத்துலையும் கூட இத்தனை സൂപ്പറായി இந்த തോട്ടത്തെ കാപ്പാറ്റിയിട്ട് இருக்காரு. ഇവിടെ ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട നെല്ലി ആയതുകൊണ്ട് പൊതുവേ ഉയരം കുറവാണ്. അപ്പോൾ നെല്ലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഷീറ്റ് വിരിക്കും, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിട്ട് ആൾ മരത്തെ കയറിയിട്ട് തല്ലിയിടും. അങ്ങനെയാണ് നമ്മൾ നെല്ലിക്ക പറിക്കുന്നത്. അല്ലാതെ ഓരോന്നോരോന്ന് പറിക്കുകയല്ല ചെയ്യുന്നത്. അത് പറിച്ച് ക്ലീൻ ചെയ്ത് ചാക്കിലാക്കി ചണച്ചാക്കിലാക്കിയിട്ടാണ് ഇവിടുന്ന് കയറ്റുക. ിലെ മികച്ച സസ്യജനിതക സംരക്ഷകനുള്ള കേന്ദ്ര സർക്കാർ അംഗീകാരവും 2013ലെയും 2016ലെയും ദേശീയ സംസ്ഥാന ഔഷധ സസ്യ വിഭാഗത്തിൻ്റെ അംഗീകാരവും ഈ കർഷകനെ തേടി വന്നതിൽ അത്ഭുതമില്ല. കാരണം അത് ദൈവനിയോഗമാണ്. പരിസ്ഥിതി സംരക്ഷണവും മണ്ണ് സംരക്ഷണവും ജലസംരക്ഷണം ഇതൊക്കെ ഒരു യഥാർത്ഥത്തിലൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളോളം തരിശായി കിടന്ന ഈ ഭൂമി ഒരു പച്ചപ്പൊട്ട് പുതപ്പിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു. അതൊരു വലിയ കാര്യമായിട്ട് കാണുന്നു, അതൊരു സൽക്കർമ്മമായിട്ട് കാണുന്നു. ഭാവിയിലേക്ക് ഇതുപോലെ ഇനിയും നമ്മൾ ചെയ്തൊരു മാതൃകയൊന്നുമല്ല, എന്നാൽ ഇതിലും നല്ലൊരു മാതൃക പലർക്കും ചെയ്യാൻ സാധിക്കും. ആരും അതിന് ശ്രമിക്കുന്നില്ല, അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതിന് ശ്രമിക്കുക. പ്രശസ്തിക്കും അംഗീകാരങ്ങൾക്കുമിടയിൽ പ്രചാരണങ്ങളില്ലാതെ ഈ ഭൂമിയുടെ പാരിസ്ഥിതിക മേഖലകളെ ഹരിതാഭമാക്കുന്ന കഠിനയത്നം അവിരാമം തുടരുന്ന റിജിക്ക് സർവേശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സുറിയാനി സഭാപിതാവാണ് മാർ അഫ്രൈം, സെൻറ്റ് എഫ്രൈം. പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം പറയുന്നത് പ്രപഞ്ചത്തിൽ വെളിപാട് നടക്കുന്ന 3 തരത്തിലാണ്. ഒന്ന് പ്രകൃതിയിലൂടെ, പ്രപഞ്ചത്തിലുടനീളം പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുകയാണ്. പ്രകൃതിയിലെ മരങ്ങളും പൂക്കളും കായികനികളും പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം സൃഷ്ടാവിനെ പ്രകീർത്തിക്കുകയാണ്. ആ ഭാഷ മനുഷ്യൻ കേൾക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയം ശുദ്ധമാകണം. മാത്രമല്ല നേത്രങ്ങൾ ശുദ്ധമാകണം, പഞ്ചേന്ദ്രിയങ്ങൾ ശുദ്ധമാകണം. അശുദ്ധമായ അധരങ്ങളോടുകൂടി, അശുദ്ധമായ കണ്ണുകളോടുകൂടി, അശുദ്ധമായ പഞ്ചേന്ദ്രിയങ്ങളോടുകൂടി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യനെയാണ് അഫ്രൈം മൽപ്പാൻ വിമർശിക്കുന്നത്. സുദൃഢവും സ്നേഹനിർഭരവുമായ ഒരു ബന്ധം പ്രകൃതിയുമായിട്ട് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ആനന്ദപ്രദമാകുമായിരുന്നു.
അതല്ലെങ്കിൽ അകാലത്തിൽ പൊഴിഞ്ഞുപോയ ഒരു ദിവ്യ നക്ഷത്രം പോലെ നമ്മുടെ ജീവിതവും നഷ്ടപ്രായമായിത്തീരും. എവിടെയാണ് എപ്പോഴാണ് നമുക്ക് താളം തെറ്റിയത്? ഇതൊന്ന് മനസ്സിലാക്കാൻ പൂർവികരുടെ ജീവിത കാലത്തേക്കൊന്ന് പോയാൽ മതി. പണ്ടുള്ളവർ ജീവിച്ച് അനുഭവിച്ചിട്ടുള്ളതായ ആനന്ദഭരിതമായ ജീവിതം ഇന്നത്തെ ലോകത്തിന് വലിയൊരു കിട്ടാക്കനി പോലെയാണ്. നമ്മളത് അസൂയയോട് കൂടിയിട്ടാണ് അവരുടെ ആ ആനന്ദത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വാട്സപ്പ് സന്ദേശം ഈ അവസരത്തിൽ ഓർമ്മ വരികയാണ്. വൃദ്ധയായ ഒരു മാതാവ്, അവർ ഓറഞ്ച് വിൽപ്പനക്കാരിയാണ്. അവരുടെ ഓറഞ്ച് എല്ലാ ദിവസവും വാങ്ങുന്ന ഒരാൾ, അദ്ദേഹം ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഓറഞ്ച് എടുത്തിട്ട് അതിൽ ഒരല്ലി ഭക്ഷിച്ച് ഇതിന് വളരെ പുളിയാണല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിക്ഷേപിക്കും. ഈ വൃദ്ധ മാതാവ് ആ ഓറഞ്ച് എടുത്ത് ഭക്ഷിച്ചിട്ടല്ല ഇതിന് മധുരമാണല്ലോ എന്ന് പറയപ്പോഴത്തേക്കും അത് കേൾക്കാൻ പറ്റാത്ത ദൂരത്തിൽ അയാൾ എത്തിയിട്ടുണ്ടാകും. പല ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ ഒരിക്കൽ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്താണ് ആ വൃദ്ധയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഓറഞ്ചിന് മധുരമാണ്, എന്നിട്ട് നിങ്ങൾ കയ്പാണെന്ന് പറഞ്ഞ് അത് ഉപേക്ഷിക്കുന്നുവല്ലോ, അവരുടെ മുമ്പിൽ ഇടുന്നുവല്ലോ, എന്താണ് ഇതിന് കാരണം? അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ വിലപിടിപ്പുള്ളതായ ഓറഞ്ച് ഒരിക്കൽ പോലും ആ വൃദ്ധമാതാവ് രുചിക്കില്ല, അവർക്കത് നഷ്ടമാണ്. ഇങ്ങനെയായാൽ അവരത് ഭക്ഷിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഈ വൃദ്ധമാതാവിൻ്റെ ഒരു സഹപ്രവർത്തക ചോദിച്ചു, നീ എന്താണ് അയാൾ എന്നും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ ഓറഞ്ച് അവിടെ ഇട്ടിട്ട് പോകുന്നു, എന്നിട്ടും അയാൾക്ക് നീ വളരെ തൂക്കത്തിൽ ധാരാളം ഓറഞ്ചാണല്ലോ കൊടുക്കുന്നത്, എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, അയാൾ ആ ഓറഞ്ച് അവിടെ ഉപേക്ഷിക്കുന്നത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അയാൾക്ക് ധാരാളം കൊടുക്കുന്നത്. പക്ഷേ ഇത് എനിക്കറിയാമെന്ന് അയാൾക്കറിയില്ല. ഇതാണ് നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു ഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി മാതാവിനും ഇതേ സ്നേഹബന്ധമാണ് തങ്ങളുടെ ആ സന്തതികളോടുള്ളത്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കും.